പ്രിയപ്പെട്ട ഡോക്ടർ പീറ്റർ ജോസഫ്, മുല്ലപ്പെരിയാർ ജലബോംബിനെ പറ്റിയുള്ള താങ്കളുടെ തീവ്രവും ആത്മാർത്ഥവുമായ ഉത്കണ്ഠ അതിന്റെ പരമാവധി ഗൗരവത്തോടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് താങ്കളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് ഹ്രസ്വമായ ഒരു കമന്റ് രേഖപ്പെടുത്തുന്നതിന് പകരം ഈ ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ പല വിദേശ ഏജൻസികളും ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഈ മഹാദുരന്തത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും അത്തരമൊരു ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പല വർഷങ്ങളായി അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ നേതൃത്വത്തില് കഴിയുന്നത്ര ആളുകളെ കൂടെ കൂട്ടി അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും പല പ്രാവശ്യം പല സംഘടനകളും പലയിടത്തും മാസങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങളും സത്യാഗ്രഹങ്ങളും നടത്തിയിട്ടും അധികാരികൾക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഇന്നും ഈ മഹാദുരന്തത്തിന്റെ സാധ്യത നിമിഷം തോറും കൂടി വരുന്നതല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാത്തത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ അലംഭാവവും താല്പര്യമില്ലായ്മയും കൊണ്ടാണോ, അതോ അവരുടെ പരിമിതികൾ നമ്മൾ പുറം കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും വിലയിരുത്തുന്നതിനേക്കാളും കൂടുതലായതിനാലാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു, ചുരുങ്ങിയ പക്ഷം ആദ്യത്തെ കുറെ കാലത്തേക്കെങ്കിലും. ഇപ്പോഴും മാനസികമായി അവ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ അതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ചെയ്യുവാൻ പൊതുജനങ്ങൾക്കുള്ള കഴിവും സാധ്യതയും പരിമിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാമിന്റെ അപകട നിലയെപ്പറ്റി അവർക്ക് പേടിയോ പ്രശ്നപരിഹാരത്തിന് താല്പര്യമോ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇന്നത്തെ കേരള സർക്കാരിനോട് തൻ്റെ ഇടത്തോടെ ഏറ്റുമുട്ടാൻ അന്നന്യപ്പത്തിന് വേണ്ടി പാടുപെടുന്നവർക്ക് പേടിയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് താങ്കളുമായി ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതോ ആണ് ഈ ഫീഡ്ബാക്കിന്റെ ഒരു ഉദ്ദേശം. അഡ്വക്കേറ്റും അതുപോലെ തന്നെ കേരളീയരും കേരളത്തിന് പുറത്തുള്ളവരും അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന മാന്യ വ്യക്തിയായ റസൽ ജോയി എന്തെല്ലാം നീക്കങ്ങൾ നടത്തി. സുപ്രീം കോടതി വരെ പോയിട്ടും കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെയുള്ള അനുഭവമല്ല ഇതുവരെ ഉണ്ടായത്. നിർഭാഗ്യവശാൽ ഇത് പൊതുജനമെന്ന കഴുത അറിയാതെ സ്വയം വരുത്തിവെച്ച വിന തന്നെയാണ് എന്ന വസ്തുതയും ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. തങ്ങളുടെയും ഭാവി തലമുറയുടെയും ക്ഷേമവും സുരക്ഷിതത്വവും അതോടൊപ്പം സംസ്ഥാനത്തിന്റെ പുരോഗതിയും ഉറപ്പുവരുത്തുവാനുള്ള ചുമതലകൾ വേണ്ട വിധം നിർവഹിച്ചു കൊള്ളാമെന്ന് ഉച്ചഭാഷിണികളിലൂടെ വിളിച്ചു കൂവിയവരെ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരെ വിശ്വസിച്ച് പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് സ്വന്തം പ്രതിനിധികളായി അവരെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരെ ഏൽപ്പിച്ചു കൊടുത്ത പൊതുജനത്തോട് ആ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തന്നെ വിശ്വാസ വഞ്ചനയും ഉത്തരവാദിത്വം ഇല്ലായ്മയും കാണിച്ചാൽ പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ തൊണ്ടയിൽ പുഴുത്തത് ഇറക്കാനല്ലാതെ ഈ പൊതുജനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ മലയാളികൾ ഒരു ദുരന്തം സംഭവിച്ചാലേ പൊട്ടിക്കരയൂ, കണ്ണുനീരൊഴുക്കൂ, അതിനുവേണ്ടി കാശ് മുടക്കൂ, അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഒരു പരിശ്രമവും നടത്തുകയില്ല, നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ആശങ്കയും വേദനയും നിരാശയും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഭീമമായ വേതനവും സർവ്വ സുഖസൗകര്യങ്ങളും ആവശ്യവും അനാവശ്യവുമായ സർവ്വ ആനുകൂല്യങ്ങളും നിയന്ത്രണാതീതമായ ദുർച്ചെലവുകളും ഉൾപ്പെടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുത്ത പൊതുജനയം മേൽപ്പറഞ്ഞ വിശ്വാസ വഞ്ചകരായ വെള്ളാനുകളെ തീറ്റിപ്പോറ്റി തങ്ങളുടെ മക്കൾക്ക് പോലും വേണ്ടത്ര ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും ചികിത്സയും നൽകുവാൻ പറ്റാതെ നട്ടം തിരിയുന്ന ആ പൊതുജനം വീണ്ടും പിരിവെടുത്തും സംഭാവനകൾ ചോദിച്ചു വാങ്ങിയും സംസ്ഥാനത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാണോ? അങ്ങനെ ഇറങ്ങിത്തിരിച്ചാലും അധികാരം കൊണ്ട് അമ്മാനമാടുന്ന മേൽപ്പറഞ്ഞ വിശ്വാസ വഞ്ചകർ അതിന് അനുമതി നൽകുമോ? അവർക്ക് ഏറാൻ മൂളുന്ന നാറിയ രാഷ്ട്രീയക്കാരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന മാധ്യമങ്ങളും ജനങ്ങളുടെ നീക്കത്തിന് പിന്തുണ നൽകില്ല എന്നതിന്റെ തെളിവുകളല്ലേ നമ്മൾ ഇതുവരെ കണ്ടത്? അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും നിർണായകമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ തോതിൽ ഒരു പ്രതിഷേധത്തിനോ പ്രവർത്തനത്തിനോ ഇറങ്ങിത്തിരിച്ചാൽ എന്തെങ്കിലും നിയമവിരുദ്ധതയുടെ മറവില് അതിനെ അടിച്ചമർത്തുന്ന യാഥാർത്ഥ്യമല്ലേ ദിവസവും കേരളത്തിൽ നമ്മൾ കാണുന്നത്? മാധ്യമപ്രവർത്തകൻ പ്രദീപിനും മോഹനൻ വൈദ്യർക്കും ക്രൈം നന്ദകുമാറിനും സാജൻ സക്രിയയ്ക്കും
അതുപോലെ പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ ഡോക്ടർ പീറ്റർ ജോസഫ് നിങ്ങൾ ഓർക്കുന്നില്ലേ? അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും അതേസമയം അധികാരത്തിന്റെ പേരിൽ ഭീമമായ വേതനവും ഇടയ്ക്കിടെ ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ചില്ലി പൈസ കുറയാതെ പൊതുജനത്തോട് പിടിച്ചു വാങ്ങുന്ന കടുത്ത വഞ്ചനയുടെ ഫലം നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അധികാരം ഏൽപ്പിച്ചു കൊടുത്ത പൊതുജനമെന്ന കഴുത തനിക്ക് പറ്റിയ ആന മണ്ടത്തരം കുറെയെങ്കിലും മനസ്സിലാക്കൂ. അതാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. രാഷ്ട്രമെന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ ഗുസ്തിയും ഗുണ്ടായിസവും യോഗ്യതയായി കരുതി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നാറിയ രാഷ്ട്രീയത്തിൽ പേരെടുത്ത പ്രഗത്ഭന്മാർക്ക് പകരം യഥാർത്ഥ പൊളിറ്റിക്കൽ സയൻസിലോ മാനേജ്മെന്റിലോ അതല്ലെങ്കിൽ ശാസ്ത്രീയമോ സാങ്കേതികമോ സാമ്പത്തികമോ വ്യാവസായികവുമായ ഏതെങ്കിലും വിഷയങ്ങളിലോ ഉന്നത വിദ്യാഭ്യാസവും അറിവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പ്രവർത്തന പരിചയവുമുള്ള എത്ര MLA-മാരും മന്ത്രി പുങ്കവന്മാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇന്ന് എത്രയെണ്ണം ഉണ്ട്? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ കുറെയെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന് മെട്രോ ശ്രീധരൻ സാറ്, ശ്രീ ജേക്കബ് തോമസ് IPS, അഡ്വക്കേറ്റ് TP സെൻകുമാർ, ഇങ്ങനെയുള്ള ആളുകളെ അഥവാ അവരെ പോലെയുള്ള ആളുകളെ തിരിച്ചറിയാൻ നാറിയ രാഷ്ട്രീയ തിമിരവും മതഭ്രാന്തും പിടിച്ച പൊതുജനത്തിന് കഴിഞ്ഞോ? മേൽപ്പറഞ്ഞ 3 പേർക്കെങ്കിലും കേരള നിയമസഭയിലെ അംഗങ്ങളാകുവാനുള്ള ഒരു അവസരം കേരളത്തിലെ പൊതുജനമെന്ന കഴുത കൊടുത്തിരുന്നെങ്കിൽ ചുരുങ്ങിയത് 1 വർഷം മുൻപെങ്കിലും മുല്ലപ്പെരിയാർ ജലബോംബ് എന്ന ദുരന്ത ഭീഷണി പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ? വളരെ കുറഞ്ഞ ചെലവിൽ പ്രശ്നപരിഹാരം ശ്രീധരൻ സാർ വിശദീകരിച്ചതല്ലേ? 4000 കുടുംബങ്ങളെ പശ്ചിമഘട്ടത്തിലെ പ്രകൃതി ലോല മേഖലകളിൽ നിന്നും മാറ്റി പാർപ്പിക്കണമെന്ന് 6 വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ കൊടുത്ത അറിയിപ്പ് നടപ്പിൽ വരില്ലായിരുന്നോ? എങ്കിൽ ഇത്രമാത്രം ആൾനാശം വയനാട്ടിൽ ഉണ്ടാകുമായിരുന്നു. വയനാട് ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങൾ കഴിയുന്നതും വേഗം നടപ്പിലാക്കണമെന്ന് അത് സംഭവിക്കുന്നതിന് 7 ദിവസം മുൻപ് മുതൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി കൊടുത്ത മുന്നറിയിപ്പുകൾ പൊതുജനങ്ങളുടെ ചെലവിൽ ആഘോഷത്തിന്റെയും ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഉത്തുംഗ ശൃംഗത്തിൽ വിളയാടി വിലസുന്ന മന്ത്രി പുങ്കവന്മാർ ചവിറ്റുകൊട്ടയിലിടുമായിരുന്നു. തങ്ങളെ രക്ഷിക്കും, തങ്ങളുടെ പട്ടിണി മാറ്റും, തങ്ങൾക്കും വരും തലമുറയ്ക്കും മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നെല്ലാം വിശ്വസിച്ചും പ്രതീക്ഷിച്ചും പൊതുജനമെന്ന കഴുത സെക്രട്ടേറിയറ്റിലും മന്ത്രിമന്ദിരങ്ങളിലും കയറ്റി വെച്ചവരാണ്. അഥവാ പൊതുജനമെന്ന കഴുതയെ അങ്ങനെ വിശ്വസിപ്പിച്ച് മേൽപ്പറഞ്ഞ ഇടങ്ങളിൽ കയറി പറ്റിയവരാണ്. അവരെ അവിടെ പ്രതിഷ്ഠിച്ച ജനത്തിന്റെ ജീവനും സ്വത്തിനും മിനിമം ഗ്യാരണ്ടി പോലും ഉറപ്പുവരുത്താത്തത്. ഇനി 1947 മുതൽ മധുരിക്കുന്ന വാഗ്ദാനങ്ങൾ ഉച്ചഭാഷണികളിലൂടെ വിളിച്ചുകൂവി പൊതുജനങ്ങളെ പ്രലോഭിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിൽ കയറിയ ശേഷം ആ പൊതുജനത്തിന്റെയോ രാജ്യത്തിന്റെയോ ക്ഷേമത്തിലോ പുരോഗതിയിലോ ലവലേശം പോലും താല്പര്യമില്ലാതെ കഴിയുന്നത്ര പൊതു സ്വത്ത് കൊള്ളയടിച്ച് വിദേശങ്ങളിലേക്ക് കടത്തിയും സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും സമ്പന്നരാക്കിയും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന ജനപ്രതിനിധികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ ആ ലിസ്റ്റിന് എത്രമാത്രം നീളം കാണും ഡോക്ടർ പീറ്റർ ജോസഫ്? ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളവരെ അധികാര കസേരകളിൽ കയറ്റി ഇരുത്തുന്നതിൽ മതങ്ങൾക്ക്, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്തു നട്ടു വളർത്തിയ മതങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന പച്ച സത്യം നിഷേധിക്കാനാവില്ല. അതുകൊണ്ടാണ് ISROയിലെ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങി BSFിലെ ജവാന്മാരെ വരെ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനുള്ള ചുമതല സ്വന്തം പേരെഴുതുവാൻ പോലും അറിയത്തില്ലാത്ത 700, 800, 90 എന്ന് എണ്ണുന്ന ബുദ്ധിരാക്ഷസന്മാർ ഏറ്റെടുക്കുവാനുള്ള അടിസ്ഥാന കാരണം തുടക്കത്തിൽ കൊടും ക്രൂരതയിലൂടെയും കാലക്രമത്തിൽ സാമദാന ഹേമദണ്ഡനങ്ങളിലൂടെയും വിദേശങ്ങളിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്ത് നട്ടുവളർത്തിയ മതങ്ങൾ ഭാരതത്തിനെതിരായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് അക്കാലത്ത് പ്രാണഭയം കൊണ്ട് മാത്രം ആ മതങ്ങളിൽ ഉൾപ്പെട്ടുപോയ നിരാശ്രയരായ ഭാരതീയരെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള പാഠങ്ങൾ അടിച്ചേൽപ്പിച്ചവരുടെ മേൽനോട്ടത്തില് 2-3 തലമുറകൾ കടന്നുപോയപ്പോൾ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകാമെന്ന കവിഭാവന യാഥാർത്ഥ്യമായി. അതുകൊണ്ട് രാഷ്ട്രം നശിച്ചാലും മതം വളരണം, മതത്തെ വളർത്തണം എന്ന ചിന്തയുടെ പ്രത്യക്ഷ ലക്ഷണങ്ങളല്ലേ ഇന്ന് ഭാരതത്തിൽ പലയിടത്തും കണ്ടുവരുന്നത്?
ആ ക്ഷുദ്ര പ്രവണതയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്നും മതം ഏതായിരുന്നാലും മനുഷ്യൻ നന്നായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഏകദേശം 1000-ഓളം വർഷങ്ങൾ കൊടും കൊള്ളയ്ക്കും കൂട്ടക്കൊലകൾക്കും സാക്ഷ്യം വഹിച്ച് ഒടുവിൽ മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ അകപ്പെട്ടു പോയ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുവാൻ 2014 മുതൽ ശ്രമിക്കുകയും കഴിഞ്ഞ 8-10 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമല്ലേ ഇന്ന് ഭാരതത്തിന്റെ ഉള്ളിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന മതസ്ഥൻ എന്നതിനേക്കാൾ ഉപരി ഭാരതീയൻ എന്നതിൽ പൂർണ്ണ അഭിമാനം ജനങ്ങളുടെ മനസ്സിൽ വേരുപിടിച്ചു വളർന്നാൽ മാത്രമേ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി സ്വാർത്ഥതയില്ലാതെ ചുമതലകൾ നിർവഹിക്കുവാൻ വേണ്ട വിദ്യാഭ്യാസവും അറിവും കഴിവും ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള തസ്തികകളിലോ സ്ഥാനത്തോ കുറെ കാലമെങ്കിലും പ്രായോഗിക പരിചയവും എല്ലാത്തിനും ഉപരി മായം ചേർക്കാത്ത മനുഷ്യത്വവുമുള്ള വ്യക്തികളെ തിരിച്ചറിയുവാനും അങ്ങനെയുള്ളവരെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റുവാനും പൊതുജനങ്ങൾക്ക് വേണ്ട ബോധവും ബുദ്ധിയും ഉണ്ടാകുകയുള്ളൂ. അത് യാഥാർത്ഥ്യമാകുന്നത് വരെ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും സാധാരണ ജനത്തിന് വയനാട്ടിലേതുപോലുള്ള ദുരനുഭവങ്ങൾ കൂടുതലാവാനാണ് ഇനിയുള്ള കാലം സാധ്യത. മുല്ലപ്പെരിയാർ ജലബോംബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്നത്രയും പേരുടെ ഒപ്പുകളോടുകൂടി എത്രയും വേഗം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരു ഓൺലൈൻ മാസ് പെറ്റീഷൻ അയക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു. താല്പര്യമുള്ളവർ രാജ്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഏത് ഭാഗത്തായിരുന്നാലും ഓൺലൈൻ വഴി പേരും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി ഒപ്പിടാൻ കഴിയുമല്ലോ. ഡോക്ടർ പീറ്റർ ജോസഫിൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഭാരതീയർ എന്നതിൽ 100% അഭിമാനമുള്ളവർ കഴിയുന്നത്രയും പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.